മറിയൻ ഡിസൈൻസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫുൾ ലെങ്ത്ത് ഗൗണിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എ ലൈനായിട്ട് വന്നിട്ട് താഴെ ഒരു ലെയർ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് പഫ് സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റത്ത് ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടൈപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ഷിഫോൺ മെറ്റീരിയൽ, പ്രിൻ്റായിട്ടുള്ള മെറ്റീരിയൽ, അത് നമുക്ക് നല്ല പീസായിട്ട് എടുക്കാം. അതുപോലെ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഞാനൊരു ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ 3 മീറ്ററും പ്രിൻ്റഡ് മെറ്റീരിയൽ 4 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നില്ല, എ ലൈനായിട്ട് ഒറ്റ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മെറ്റീരിയലും കൂടെ ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് നമുക്കൊന്ന് മടക്കിയിടാം. അപ്പോൾ ലൈനിങ് നമ്മൾ താഴെ ഫ്രില്ലിട്ട് കൊടുക്കണില്ലാത്തതുകൊണ്ട് ഫുൾ ലെങ്ത്തിൽ തന്നെ ഇത് മടക്കിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കരഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് 2ആയിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം അതൊന്നുകൂടി മടക്കി 4ആക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ മടക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് നെക്ക് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ട് വെട്ടിയെടുക്കുമ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളിത് വിടർത്തി എടുത്തിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് മടക്കിയിട്ടിട്ടൊക്കെ നെക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് തന്നെ മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് അതൊന്നുകൂടെ ഫോൾഡ് ചെയ്ത് ഇടുക. അപ്പോൾ 3 മീറ്റർ മെറ്റീരിയൽ ഫുള്ളായിട്ട് ഞാനിതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 55 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ഫ്രില്ലിന് വേണ്ടിയിട്ട് 15 ഇഞ്ച് ഉള്ള ഫ്രില്ല് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് എ ലൈനായിട്ട് വരുന്ന പാർട്ട് 40 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സീം അലവൻസ് വേണമല്ലോ, തയ്യൽ തുമ്പ് വേണം. അത് 1 ഇഞ്ചോടെ കൂട്ടി 41 ഇഞ്ചാണ് ബോഡി പാർട്ട് എ ലൈനായിട്ട് ഞാൻ പ്രിൻ്റഡ് മെറ്റീരിയൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് 15 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 16 ഇഞ്ചിൻ്റെ നീളത്തിനാണ് ഫ്രില്ലിൻ്റെ ലെങ്ത് ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഈ അളവുകൾ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് 41 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 41 ഇഞ്ച് നീളത്തിന് നമുക്ക് ഈ പ്രിൻ്റഡ് മെറ്റീരിയൽ ലൈനായിട്ട് കട്ട് ചെയ്യുന്നത് വിടർത്തി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് 41 ഇഞ്ച് തന്നെ നമ്മൾ അളന്ന് കട്ട് ചെയ്യുമ്പോൾ കയറ്റിറക്കമൊക്കെ വന്നാൽ കുറച്ച് അളവ് മാറിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യുമ്പോൾ 1-2 ഇഞ്ച് കൂടുതൽ ഇട്ട് കട്ട് ചെയ്ത് മടക്കിയിടുക. അപ്പം എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പം ചെരുവോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അളവ് കുറഞ്ഞു പോകാതെ ഇരിക്കും. അപ്പോൾ നമുക്കിതുപോലെ മടക്കിയിട്ടിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അളന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഫ്രില്ല് ഒഴിവാക്കിയിട്ടുള്ള പീസ് ഇവിടെ മുറിച്ചെടുക്കുക. അപ്പോൾ 41ൻ്റെ കൂടെ ഞാനൊരു 2 ഇഞ്ചോടെ കൂട്ടി 43 ഇഞ്ചിൻ്റെ 2 പീസാണ് അളന്നെടുത്തത്. അത് നമ്മൾ ഈ ലൈനിങ് മടക്കിയിട്ട പോലെ തന്നെ മുറിച്ചെടുത്തതിന് ശേഷം മടക്കിയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ മടക്കിയിടുകയാണെങ്കിൽ നമുക്ക് പിന്നെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അളവിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 2 ഇഞ്ചൊക്കെ കൂട്ടിയിട്ടിട്ട് നിങ്ങൾ മുറിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു മോഡൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ലൈനിങ് മടക്കിയിട്ട പോലെ തന്നെ നമ്മുടെ നല്ല പീസും മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 55 ഇഞ്ചാണല്ലോ വേണ്ടത്. അപ്പോൾ 3 മീറ്റർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തുനിന്ന് 55 ഇഞ്ച് മാത്രം അളന്ന് മുകളിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവിടേക്ക് നമുക്കിടെ ഈ നല്ല മെറ്റീരിയൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് വെക്കുമ്പോൾ നമ്മുടെ ലൈനിങ്ങിന് ലെങ്ത്ത് കൂടിപ്പോവും, പിന്നെ അത് ലെവൽ ചെയ്തെടുക്കലൊക്കെ പാടാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത്രയും അളവ് ലൈനിങ്ങിൽ കൊടുക്കുക. അപ്പോൾ മടക്കി അടിക്കുമ്പം അതിൻ്റെ ഇച്ചിരി ലൈനിങ് നല്ല പീസിനേക്കാളും കുറച്ച് ഉള്ളിൽ നിന്നോളൂല്ലോ.
അപ്പോൾ അങ്ങനെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്ത് പ്ലെയിനായിട്ട് കിടക്കും. നമുക്ക് അവിടെ ലൈനിങ് മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് നമ്മുടെ പ്രിൻറ്റഡ് മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ നമ്മുടെ നല്ല പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ ഭാഗം മുകളിൽ കിടന്നോളും. നമുക്ക് ആ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്ട്രാ അങ്ങനെ മെറ്റീരിയൽ കിട്ടിയാൽ നമുക്ക് എളുപ്പം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡറും ആം ഹോളും എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒരു 38 ഇഞ്ചസ് അളവിലുള്ള അളവാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് ഷോൾഡറും 6.5 ഇഞ്ച് ആം ഹോളും ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ഷേപ്പിന് ഇടുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ 38 ഇഞ്ചാണല്ലോ അളവ്. അതിൻ്റെ കൂട്ടത്തിൽ 8 ഇഞ്ച് തയ്യൽ തുമ്പും ബോഡിയുടെ ലൂസോടെ 8 ഇഞ്ച് ആഡ് ചെയ്ത് 46, അതിൻ്റെ 4/1 ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 11.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതുപോലെ ആം ഹോൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് ഞാനിവിടെ 15 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അത് നമ്മുടെ ബോഡിയുടെ ലെങ്ത്ത് അനുസരിച്ച് ഷേപ്പ് ലെങ്ത്ത് 1/2 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം കേട്ടോ. നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ 15.5 ഇഞ്ചൊക്കെ എടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ അവിടെ എടുത്തതിൽ നിന്ന് 1 ഇഞ്ച് അളവ് കുറച്ചിട്ടാണ് ഞാൻ ഷേപ്പിന് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 10.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തുക കേട്ടോ. ഇനി അതിൽ നിന്ന് താഴേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗത്തേക്ക് ആണ് ചെരിച്ച് കൊടുക്കേണ്ടത്, നമ്മുടെ നല്ല പീസിൻ്റെ അടിഭാഗത്തേക്കല്ല. അപ്പോൾ നമുക്ക് നല്ല പീസിൽ നമ്മുടെ ആ കാലിൻ്റെ മുട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഫുള്ളായിട്ടുള്ള ഫ്ലെയർ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗത്തേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ താഴെ ഭാഗത്ത് നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒരു 2.5-3 ഇഞ്ചോളം ചെരിച്ച് വെട്ടി കൊടുക്കാം, നമുക്ക് സൈഡ് തൂങ്ങി കിടക്കാതെ. പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഷേപ്പിൻ്റെ പോയിന്റിലേക്ക് ഒരൊറ്റ ചെരിവാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ചെരിച്ച് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് പിന്നെ ഷോൾഡറും കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നല്ല പീസിൻ്റെ ലെങ്ത്ത് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടില്ലല്ലോ, നമ്മൾ അളന്നത് അതുപോലെ തന്നെ വിരിച്ചിട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്കിവിടെ 41 മതിയല്ലോ. ആ 41 അടയാളപ്പെടുത്തി കൊടുത്തിട്ട് സൈഡ് ഒരു 2-2.5 ഇഞ്ചോളം ചെരിച്ച് തന്നെ നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ. സൈഡ് പീസ് തൂങ്ങിക്കിടക്കാതിരിക്കാനാണ്. നമ്മൾ തയ്ച്ച് സൈഡ് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഫ്രിൽസ് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന് തൂക്കം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഫ്രിൽസ് പിടിപ്പിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചെരിച്ച് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുക എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു നല്ല പീസും ഒരു ലൈനിങ്ങും അങ്ങ് എടുത്ത് മാറ്റുക. പിന്നെ ഒരു നല്ല പീസും ഒരു ലൈനിങ്ങോടെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം ഫ്രണ്ടായിട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ടിൻ്റെ ആം ഹോള് നമുക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുക. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. പിന്നെ നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ നമുക്ക് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 5.5 ഇഞ്ച് നെക്കിന് ഇറക്കവും 2.5 ഇഞ്ച് നെക്കകലവും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ബോക്സായിട്ട് വരച്ചു കൊടുത്ത് റൗണ്ട് നെക്കായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് നെക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ടതിന് ശേഷം ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ടിപ്സും കാര്യങ്ങളും ഒക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മടക്കിയിടാനും വിടർത്തിയെടുക്കാനും ഒക്കെ എളുപ്പമുണ്ടാവും. നമ്മൾ ഫുള്ളായിട്ട് മടക്കിയിട്ടിട്ട് എടുക്കുമ്പോൾ ഇതുപോലുള്ള ജോർജറ്റ് മെറ്റീരിയലൊക്കെ പിന്നീട് നമുക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് പിന്നീട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിനൊക്കെ 2.5 ഇഞ്ച് അകലവും 3 ഇഞ്ച് ഇറക്കമാണ് എടുത്തത്. അപ്പോൾ അതും നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വെക്കാനുള്ള പീസ് വെക്കണമല്ലോ, ഹെമ്മിങ് ചെയ്യാൻ. ഞാനിവിടെ ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ വീതിയുള്ള ഭാഗം സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ താഴെ കോണായിട്ട് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ,
ആ ഭാഗത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്ത പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ പോർഷൻ ഓപ്പണിംഗ് ആണ്, അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാറ്റിയിട്ടിട്ടാണ് നെക്കിൻ്റെ പീസ് ഞാൻ വെച്ച് കൊടുത്തത്. അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി റൗണ്ടായിട്ട് ഒരു 1.5 ഇഞ്ച് അളവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് റൗണ്ടിൽ കിട്ടണമെങ്കിൽ എല്ലാ പൊസിഷനിലും ഒരേ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്കും അതുപോലെ തന്നെ ലൈനിങ് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിന് വീതി നെക്ക് ലെങ്ത്ത് കുറവാണല്ലോ, അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ട് നെക്ക് കട്ട് ചെയ്യാനുള്ള വീതി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നെക്കും ഫ്രണ്ട് നെക്ക് വെട്ടിയെടുത്ത പോലെ തന്നെ ആ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ നെക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു റൗണ്ടിന് 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരളവിനും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്തു. അതിന് നെക്ക് തയ്ക്കാനുള്ള നമ്മുടെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് എല്ലാ വീഡിയോസിലും തന്നെ ഞാൻ കാണിക്കാറുള്ളതാണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ലൈനിങ്ങും നല്ല പീസും വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒഴുക്കി കിടക്കണ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഒന്ന് പിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എളുപ്പം അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കഴുത്തിന് വെട്ടിയെടുത്ത പീസ് എടുത്ത് കൊടുക്കുക. ഇതിന് നമുക്ക് സെൻറ്റർ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അത് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് 1/2 ഇഞ്ച് വെച്ച് മടക്കി കൊടുക്കുക. പിന്നെ നെക്കിലേക്ക് വെച്ച് കൊടുത്ത് അതേ അളവിൽ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം കോർണർ വരുന്ന ഭാഗമൊക്കെ കട്ടിട്ട് കൊടുത്ത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നെക്ക് ലൈനിങ്ങിലേക്ക് നെക്കിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ഞാനൊരു ചുരിദാർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും അങ്ങനെ നെക്ക് അടിച്ചെടുത്ത് ഷോൾഡറും ജോയിൻ ചെയ്തിട്ട് വരാം. നമുക്ക് ആ സമയം കൊണ്ട് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് നമുക്ക് മുകൾ ഭാഗത്ത് ലൈനിങ് ജോയിൻ ആയിട്ടിരിക്കുന്ന ഭാഗം ഇതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് എൽബോ അളവിലുള്ള സ്ലീവ് മതി. അപ്പോൾ സ്ലീവിന് പ്രത്യേകിച്ച് എക്സ്ട്രാ മെറ്റീരിയൽ എടുക്കണ്ട കേട്ടോ. അപ്പോൾ 3/4 ആയിട്ട് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടൊക്കെ മെറ്റീരിയൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് 11 ഇഞ്ച് ഇറക്കം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്ത പീസ് മതി. അതുകൊണ്ട് അത് ഞാനൊന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് ആദ്യം ലെവൽ ചെയ്തെടുത്തു. അതിന് മുകളിലേക്ക് നമുക്ക് മറ്റേ പീസ് ഉണ്ടല്ലോ, നല്ല പീസ്, അതും എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൈക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് എടുക്കുക. പിന്നെ പഫായിട്ട് വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് എത്ര 2-3 ഇഞ്ച് കൂടുതൽ ഇട്ടാലും നല്ല പഫി ആയിട്ട് കിട്ടും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ലെങ്ത്ത് നമുക്ക് അങ്ങനെ കൂടുതൽ ഇടാൻ കിട്ടിയില്ലെങ്കിലും വണ്ണം കൂട്ടിയിട്ടാൽ മതി കേട്ടോ. കൈയുടെ അറ്റത്ത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടിഭാഗത്തും നല്ല വിഡ്ത്ത് വേണം. അപ്പം നമുക്ക് ഇച്ചിരി ലെങ്ത്തിന് പൊക്കം കൂട്ടുന്നതിന് പകരം വിഡ്ത്ത് കൂട്ടിയിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മെഷർമെൻറ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് 11 ഇഞ്ചാണ് വേണ്ടത്, 10.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 11.5 ഇട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു നമ്മളെടുത്ത അളവ് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒന്ന് ഹൈറ്റ് കൂട്ടാൻ 3 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് എനിക്ക് 11.5 എടുത്തിട്ട് അതിൽ നിന്ന് 3 ഇഞ്ച് ഹൈറ്റ് കിട്ടുന്നുണ്ട്. ആ 11-ൽ നിന്ന് ഞാൻ 4.5 ഇഞ്ച് കൈക്കുഴി ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ 8.5 ഇഞ്ച് കൈവണ്ണം എടുത്താൽ മതി. അപ്പോൾ ഒരു പഫായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ചോടെയും കൂടുതലെടുത്ത് ഞാനൊരു 10.5 ഇഞ്ചോളം കൈവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടുതൽ തയ്യത്തുമ്പോടെ കൂട്ടി സാധാരണ സ്ലീവിന് നമ്മൾ എത്രയാണോ കുഴിച്ച് വെട്ടുന്നത് അത്രയും കുഴിച്ച് വെട്ടിയെടുക്കുക. അപ്പോൾ ഒരു 2 ഇഞ്ചോടെ ഞാനിവിടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. 8.5 മതി നോർമൽ കേസിൽ. 2 ഇഞ്ചോടെ എക്സ്ട്രാ എടുത്ത് 10.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. 11.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തു. ഞാൻ ലൈനിങ് മറിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 1 ഇഞ്ച് മതിയല്ലോ തയ്യൽ തുമ്പ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് സാധാ പോലെ കൈ കുഴിച്ച് വെട്ടി അതിന് ശേഷം മുകളിലേക്ക് 3 ഇഞ്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഹൈറ്റ് കൊടുത്തതിൽ നിന്ന് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി കൊടുത്ത ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുകളിലെടുത്തതിനേക്കാളും 1.5 ഇഞ്ചോളം അളവ് കുറച്ചിട്ട് കൈയുടെ താഴ്ഭാഗത്തും
വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. താഴെ നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് അവിടെ വിട്ട് കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുക. പഫ് സ്ലീവ് ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സാധാരണ നമ്മൾ എടുക്കുന്ന അളവിനേക്കാളും 3 ഇഞ്ച് 4 ഇഞ്ച് വരെയൊക്കെ ഹൈറ്റ് കൂട്ടി കൊടുക്കുക. അതുപോലെ കുറച്ച് വിട്ടും കൂട്ടി കൊടുക്കുക. സാധാരണ രീതിയിൽ സ്ലീവ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ഹൈറ്റ് കൂട്ടി കൊടുത്തതിൽ നിന്ന് സാധാരണ നമ്മൾ വെട്ടുന്ന കൈക്കുഴി ഉണ്ടല്ലോ അതിലേക്ക് കൂട്ടി എടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി ഇവിടെ ഞാൻ ലൈനിങ് തയ്ച്ച് മറിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിലൊരു എലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്താനും ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി ടോട്ടൽ 4 മീറ്റർ ആണല്ലോ എടുത്തത്. ബാക്കി വന്ന മെറ്റീരിയൽ നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. ഒന്നാമത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന തുണിയായതുകൊണ്ട് ലെവൽ പിടിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് 16 ഇഞ്ചാണല്ലോ കണ്ടു വെച്ചിരുന്നത്. അപ്പോൾ ആ അളവ് നമുക്ക് എടുക്കാം. ഫ്രണ്ടിനും 2 പീസ് എടുക്കാം, ബാക്കിനും 2 പീസ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇരട്ടി നമ്മൾ ആ ഫുൾ വിട്ട് അടിവട്ടം എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇരട്ടിയിൽ അധികം കുറച്ചുകൂടി അധികം നമുക്ക് തുണി കിട്ടുന്നുണ്ട്. 3 ഇരട്ടിക്ക് എടുത്താൽ നന്നായിട്ട് ഫ്രില്ലിടാൻ കിട്ടും. ഇതിപ്പോൾ 2 ഇരട്ടിയിലും കുറച്ച് അധികം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പീസ് വെച്ച് ഫ്രണ്ടിനും ബാക്കിനും മൊത്തം ടോട്ടൽ 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് ലെങ്ത്തിൽ. പിന്നെ 4 മീറ്റർ എടുത്തിട്ട് എനിക്കൊരു ചെറിയ പീസാണ് കേട്ടോ മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ സ്ലീവ് എക്സ്ട്രാ വേണ്ടവർ, ലെങ്ത്ത് കൂട്ടി വേണ്ടവർ കുറച്ചുകൂടി മെറ്റീരിയൽ കൂടുതൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഷോൾഡറും ഒക്കെ തയ്ച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ പീസ് വെച്ചത് ലൈനിങ്ങിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് അറിയില്ലാത്തവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ. അതുപോലെ നമ്മൾ സൈഡും ആം ഹോളും എല്ലാം 4 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ താഴെ വരുമ്പം നല്ല പീസിന് ഒരു 3-4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനടിയിലേക്ക് ഫ്രില്ല് പിടിപ്പിച്ച് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിനി ഒഴുകി മാറിപ്പോകൊന്നും ചെയ്യാതിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ് നമ്മൾ ലൈനിങ്ങും നല്ല പീസോടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുക്കുക. നല്ല പീസിൻ്റെ നല്ല വശവും ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ് ഇതുപോലെ മറിച്ചിട്ടിട്ട് ലൈനിങ്ങിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുറം കാണി അടിക്കാന്നാട്ട പറയണത്. ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ലൈനിങ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലൈനിങ് നമുക്ക് പുറമേ കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ബാക്കി ഭാഗമെല്ലാം ഒന്ന് വെച്ചടിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാനല്ല, പുറമേ ഒന്ന് തയ്ക്കാൻ വേണ്ടി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അപ്പം മൊത്തത്തിലൊന്ന് പതിച്ച് എല്ലാം ഒരുമിച്ച് വെച്ചൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ ഇങ്ങനത്തെ മെറ്റീരിയലാകുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് അടിക്കുവാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ ഒക്കെ നല്ല എളുപ്പം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് താഴേന്ന് ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1.5 ഇഞ്ച് 2 ഇഞ്ച് അതിൽ കൂടുതൽ നിങ്ങളിങ്ങനെ ഇത് മുകളിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുക്കുക. 1 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ച് 3 അളവ് ചെയ്താൽ മതി. അതിൽ മാറ്റം വരുത്തണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു അളവിൽ ഇതുപോലെ സെയിം അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം മുതൽ അവസാനം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലൈൻ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ 2 സ്ലീവും അതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ കൈക്ക് എത്രയാണോ വണ്ണം ഉള്ളത്, നമ്മുടെ കൈയുടെ നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ എത്രയാണോ വണ്ണം ഉള്ളത് അത്രയും അളവ്, അതിൽ 1 ഇഞ്ച് കുറച്ചെടുത്താലും മതി. നമുക്ക് അത്രയും അളവിൽ ഇലാസ്റ്റിക് എടുക്കാം. എന്നിട്ട് വലിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് മിച്ചം വന്നാൽ കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ ഇവിടെ എനിക്ക് 12 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. അപ്പോൾ 12 ഇഞ്ച് അളവിൽ 2 ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് വരച്ചെടുത്താലാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഇലാസ്റ്റിക് വലിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തെന്നി മാറിപ്പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒരു അരികിക്കട സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ സ്റ്റിച്ച്
സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സ്റ്റിച്ചിങ് നമുക്ക് ഒന്ന് പതിച്ചടിച്ച് ഒരു സ്റ്റിച്ചിങ്, അപ്പോൾ ഡബിൾ സ്റ്റിച്ചിങ് ആയിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ വരുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇതും നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സ്ലീവും ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് നമ്മുടെ കൈക്കുഴിയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 2 സ്ലീവും ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് നമുക്ക് കൈ പിടിപ്പിച്ച് കൊടുക്കാം, കൈക്കുഴിയിലേക്ക് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതപ്പോൾ നമുക്ക് പഫായിട്ട് ആണല്ലോ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 കൈയും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ നോക്കി 2 സൈഡിലേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക, ഇനി അല്ലാന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്ത് വരുമ്പോൾ സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ സെൻറ്റർ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ. ഇനി നമുക്ക് സ്ലീവ് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമാണല്ലോ സെൻറ്റർ, അവിടെ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ പ്ലെയിനായിട്ട് പ്ലീറ്റ് ഇല്ലാതെ പോകും. അപ്പോൾ അതുപോലെ നമുക്ക് സെൻറ്ററിൽ ഒരു 2-3 ഇഞ്ച് വരെ പ്ലീറ്റ് ഇടാനുള്ള മെറ്റീരിയലുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഇട്ട് കുറച്ച് ദൂരെ വരുമ്പോൾ ഒരു 2.5-3 ഇഞ്ചൊക്കെ വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അത്ര വരെ തികയത്തുള്ളൂ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കൈ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ കൈക്കുടിയിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീറ്റ് വിടിയിച്ച് ഇടുക. ഇനി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലീറ്റോടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒപ്പം വെച്ച് നോക്കുക. അപ്പോൾ 2 സൈഡും ഒപ്പം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവും അതുപോലെ പഫായിട്ട് ചെയ്തിട്ടുണ്ട്. 2 കൈയും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ വേണ്ടത്, ഇവിടെ എനിക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 6 ഇഞ്ച് കണക്ക് കൂട്ടി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മുടെ അളവ് നോക്കി മാർക്ക് ചെയ്തെടുക്കുക. ഈ താഴേക്ക് അടിച്ചു വരുമ്പോൾ നമ്മൾ ലൈനിങ്ങും നല്ല പീസോടെ കുറച്ച് ദൂരെ വരെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അടിഭാഗത്ത്, അവിടെ വരെ മാത്രം ഒപ്പം അടിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴേക്ക് 2ഉം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ലൈനിങ് അവിടെ വരെ ഒപ്പം അടിച്ചിട്ട് നല്ല പീസ് ഫ്രീ ആയിട്ട് ഇടുക. അതുപോലെ കയറ്റിറക്കമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ട് നമുക്ക് അടിയിലേക്ക് ഫ്രില്ലിട്ട് കൊടുക്കുക. അതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്കും 2 പീസ്, ബാക്കിലേക്കും 2 പീസ് ചെയ്താണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് 2ഉം ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് തൊട്ട് ലൈനിങ്ങും നല്ല പീസോടെ 2-2ആയിട്ട് ജോയിൻ ചെയ്ത് എടുക്കുക. അതിനുശേഷം അടിഭാഗം മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫുൾ ഗൗൺ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.